കലാപത്തിന് മുമ്പിൽ മിഴിച്ചു നിന്ന പഴയ മുഖ്യമന്ത്രി അല്ല ഇപ്പോഴത്തെ മോദി. അതെ, സകല അടിയും തടയും കളിയും അകത്തും പുറത്തും നടത്തി നല്ല തഴമ്പ് വീണ ആളാണ്. DMK എന്തുമായിക്കോട്ടെ അവരുടെ ഭാഗത്ത് നോക്കുമ്പോഴുണ്ടല്ലോ, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത കോൺഗ്രസ്സിന് 5 സീറ്റ് കൊടുത്ത് ജയിപ്പിച്ചെടുത്തത് DMK അല്ലേ. അവരോട് ഈ ചതി ചെയ്യാമോ? രാഹുൽ ഗാന്ധി റെക്കോർഡ് ചെയ്തോ ഇല്ല എന്നുള്ളതാണ് അവരുടെ സംശയം. ഈ റെക്കോർഡ് പുറത്തു വിട്ട് കഴിഞ്ഞാൽ അന്യോന്യം പറഞ്ഞ കാര്യങ്ങളും പുറത്തു വരും. അതെ, CPM CPIയെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ, CPI CPMനോട് പോടാപ്പില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെ ഇയാൾ റെക്കോർഡ് ചെയ്ത് വെച്ച് കാണും. പ്രസൻറ്റ് പൊളിറ്റിക്സിൽ അപ്പർ ഹാൻഡ് BJPക്ക് ഉണ്ട്. ഈ അപ്പർ ഹാൻഡ് നിലനിർത്താനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ചാണയ്ക്ക് വെച്ച ചൂളയിൽ വെച്ച് അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത വ്യക്തിയായിട്ട് നരേന്ദ്രമോദി ഉദയം ചെയ്തു. പുതിയൊരു നരേന്ദ്രൻ. നമസ്കാരം. ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രിയായി 12 വർഷം പിന്നിടുന്ന നരേന്ദ്രമോദിയുടെ പ്രവർത്തന മികവ് വിലയിരുത്തുകയാണ് ഇന്നിവിടെ. ചുരുങ്ങിയ സമയമാണ് നമുക്ക് മുന്നിലുള്ളത് എങ്കിൽ തന്നെയും ഏറ്റവും പ്രധാനപ്പെട്ട നേട്ടങ്ങളിലൂടെയും വെല്ലുവിളികളിലൂടെയും ഭാവിയിലെ പ്രതീക്ഷയിലൂടെയും നമുക്ക് കടന്നു പോകാൻ ശ്രമിക്കാം. നമ്മോടൊപ്പം ചേരുന്നു രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ TG മോഹൻദാസ്. നമസ്കാരം സാർ, ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം. നമസ്കാരം. സാറിൻ്റെ മനസ്സിൽ ആദ്യമായി പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വരുന്ന കാര്യം എന്താണ്? ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടവൻ, ഒരുപാട് ദുഃഖങ്ങൾ പുറത്തു പറയാതെ വിഴുങ്ങിയവൻ, ഇത്രയധികം ഒരു മനുഷ്യായുസ്സിൽ തരണം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ധർമ്മസങ്കടങ്ങളിലൂടെ കടന്നു വന്നവൻ. ഒരുപക്ഷെ ഇപ്പോഴും അങ്ങനെ കടക്കുന്നുണ്ടാവാം, ആരും അറിയാതെ. ലോൺലി അറ്റ് ദ ടോപ്പ് എന്ന് പറയുമല്ലോ. ഓക്കെ, ഏറ്റവും മുകളിലെത്തുമ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണ്, ആരും ഉണ്ടാവില്ല. ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കണം. ക്യാബിനറ്റ് കൂടും. ക്യാബിനറ്റ് കമ്മിറ്റി ഓഫ് സെക്യൂരിറ്റി അഫയേഴ്സ് കൂടി. ജയശങ്കർ, രാജ്നാഥ് സിംഗ്, അമിത്ഷാ, ഹോം സെക്രട്ടറി, പലവിധ അഭിപ്രായങ്ങൾ വരും. ലേറ്റ് ആവും തോറും ഓരോരുത്തർ എണീറ്റ് പോകും. അതെ, ഒടുവിൽ അമിത്ഷായും മോദിയും മാത്രം. 9:30-10 മണിയാകുമ്പോൾ അമിത്ഷാ പറയും, എനിക്ക് പോകണം, ഇന്നലെ മുതൽ വയറിന് നല്ല സുഖമില്ല, എന്തെങ്കിലും. ശരി, അപ്പോൾ എല്ലാവരും പറഞ്ഞത് കേട്ടല്ലോ, ഇനിയിപ്പോൾ ചേട്ടൻ എന്താണെന്ന് വെച്ചാൽ തീരുമാനം എടുത്താൽ മതി. അമിത്ഷായും പോവും, മോദി ഒറ്റയ്ക്കാവും. ഇതാണ് ലോൺലി അറ്റ് ദ ടോപ്പ്. എല്ലാവരും പറയാനുള്ളത് പറഞ്ഞു. തീരുമാനം മോദിയുടേതാണ്. തീരുമാനം പാളിപ്പോയാൽ ഉത്തരവാദിത്വം മോദിക്കാണ്. തീരുമാനം സക്സസ് ആയാൽ ഒരുപാട് പേർക്കാണ്. തീരുമാനം എടുക്കുന്നത് മോദി ഒറ്റയ്ക്കാണ്. എന്നാൽ തീരുമാനം സക്സസ് ആയിക്കുമ്പോൾ എല്ലാവരുടെയും കോൺട്രിബ്യൂഷൻ ഉണ്ടല്ലോ. ചർച്ചയിൽ അതുവരെ ഉണ്ടായിരുന്നു. 10 മണിക്കോ 10:30 മണിക്കോ ഈ മനുഷ്യനെ ഉപേക്ഷിച്ച് എല്ലാവരും പോയി കളയും. ആ ഒരു ഗതികേടുണ്ടല്ലോ. ഇത് ഞാൻ മോദിയെ 12 വർഷത്തിലേക്ക് ചുരുക്കാൻ എനിക്ക് പറ്റാറില്ല. 25 വർഷം. 2001 ഗുജറാത്ത് മുഖ്യമന്ത്രിയായി. എന്നാൽ ഗുജറാത്ത് BJPയിൽ മോദി അത്ര പോപ്പുലർ ആയിരുന്നില്ല. ഓക്കെ, 1997 മോദിയെ ഗുജറാത്തിൽ വരുന്നതിൽ നിന്ന് വരെ വിലക്കി അവിടുത്തെ BJPക്കാർ. കേശുഭായ് പട്ടേൽ, വാജുഭായ് വാല, ശങ്കർ സിംഗ് വഘേല, വലിയ ആൾക്കാരൊക്കെയാണ്. എന്തുകൊണ്ടോ അവർക്ക് മോദിയെ ഇഷ്ടമായിരുന്നില്ല. ശരി, മോദിയെ ഡൽഹിയിൽ ലിമിറ്റ് ചെയ്ത് ബാക്കി സ്ഥലത്തൊക്കെ പൊയ്ക്കൊണ്ടിരുന്നു. ബട്ട് ഗുജറാത്ത് പോകാൻ പാടില്ലെന്നല്ല, അവിടുത്തെ കാര്യങ്ങളിൽ ഇടപെടരുത്. ബട്ട് അവസാനം ഇവർ തമ്മിൽ തന്നെ വഴക്കായി പ്രശ്നമായി കഴിഞ്ഞപ്പോൾ മറ്റ് നിവൃത്തിയില്ലാതെ കോംപ്രമൈസ് കാൻഡിഡേറ്റ് ആയിട്ടാണ് നരേന്ദ്രമോദി മുഖ്യമന്ത്രിയാകുന്നത്. ഒരു എക്സ്പീരിയൻസും ഇല്ല. വലിയ അഡ്മിനിസ്ട്രേഷൻ, വലിയൊരു സംസ്ഥാനമാണല്ലോ ഗുജറാത്ത്. കേരളം പോലെയല്ല. ഇറ്റ്സ് എ ബിഗ് സ്റ്റേറ്റ്. വലിയ ബിസിനസ് സാമ്രാജ്യങ്ങൾ, അദാനി, അംബാനി, ഇപ്പം നമ്മൾ ഈ കേൾക്കുന്ന പേരുകളൊക്കെ കിടന്ന് കളിക്കുന്നത് ഗുജറാത്തിലാണ്. അഹമ്മദാബാദ് കേന്ദ്രീകരിച്ചും ബറോഡ കേന്ദ്രീകരിച്ചും ഒക്കെ പഴയ രാജാക്കന്മാർ, ഒരുപാട് ലോബികൾ, ബിസിനസ്സുകാരൊക്കെ യുദ്ധം ചെയ്യുന്ന സ്ഥലമാണ് ഗുജറാത്ത്.
അവിടെയാണ് ഓർക്കാപ്പുറത്ത് ഈ മനുഷ്യൻ മുഖ്യമന്ത്രിയാവുന്നത്. ശരി, ഒന്ന് ഇരുന്ന് ശ്വാസം വിടുന്നതിന് മുമ്പ് ഈ പ്രശ്നം തുടങ്ങി, ഹിന്ദു മുസ്ലിം പ്രശ്നം. ഡെസ്പറേറ്റായി എന്ത് ചെയ്യണമെന്നറിയാം, ആരോട് പറയണം? DGPയെ വിളിക്കണോ, SP വിളിക്കണോ? അറിയില്ലല്ലോ. അപ്പം അന്ന് മധ്യപ്രദേശ് മുഖ്യമന്ത്രി ദിഗ്വിജയ് സിംഗിനെ വിളിച്ചു. കോൺഗ്രസ്സുകാരനാണെങ്കിലും ആപത്തിൽ സഹായിക്കുമല്ലോ എന്ന് വിചാരിച്ചു. എനിക്ക് കുറച്ച് പോലീസുകാരെ വിട്ടു തരണം, വലിയ പ്രശ്നത്തിലാണ് ഞാൻ. അയ്യോ ഇവിടെ പറ്റില്ല, എനിക്ക് തന്നെ തികയാതിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. കൊടുത്തില്ല. രാജസ്ഥാനോട് ചോദിച്ചു, കൊടുത്തില്ല. മോദി ഒറ്റയ്ക്ക് തന്നെ. പിന്നെ അന്ന് വാജ്പേയിയാണ് ഭരിക്കുന്നത്. അദ്വാനി പട്ടാളത്തെ എയർലിഫ്റ്റ് ചെയ്ത് എത്തിച്ചു. പക്ഷേ അപ്പോഴത്തേക്ക് 3 ദിവസം കഴിഞ്ഞിരുന്നു. 72 hours എടുത്തു. മോദി പഞ്ചാബിൽ KPS ഗില്ലിനെ വിളിച്ചു. ഗിൽ സാബിനെ ഒന്ന് സഹായിക്കണം. അപ്പം ഗില്ല് ഈ നമ്മുടെ കലാപം അടിച്ചമർത്തുന്നതിൽ വലിയ വിദഗ്ധനാണ്. കറക്റ്റ്. അതെ. ഇവരുടെ കലാപകാരികളുടെ പൊതു സ്വഭാവം, അവരുടെ അസംബ്ലി, ഇതൊക്കെ എങ്ങനെ തകർത്ത് കളയണം എന്ന് ഗില്ലിന് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. പഞ്ചാബിൽ റിട്ടയറൊക്കെ ആയിട്ടിരിക്കുകയാണ്. ഗില്ല് വന്നു. ഗില്ലാണ് ഗുജറാത്ത് പോലീസിന് നിർദ്ദേശം കൊടുത്തിട്ട്, ഗില്ലിന് ഗുജറാത്തിനെ പറ്റി അറിയാം, സ്ഥലങ്ങളൊക്കെ അറിയാം. അങ്ങനെ ഗില്ലിൻ്റെ നിയന്ത്രണത്തിൽ. പിന്നെ അപ്പോഴത്തേക്ക് പട്ടാളമൊക്കെ വന്നു, ഫ്ലാഗ് മാർച്ചൊക്കെ ചെയ്യും. പട്ടാളത്തെ വെച്ചിട്ട് നമുക്കൊരു കലാപം അമർച്ച ചെയ്യാൻ വലിയ പ്രയാസമാണ്. പട്ടാളത്തിന് ഒറ്റ ഭാഷയെ അറിയാവുള്ളൂ, വെടി. ശ്രദ്ധിച്ചിട്ടുണ്ട്? വേറെ ഒരു പരിപാടി അവർക്കില്ല. പറയുക, പറഞ്ഞിട്ട് കേട്ടില്ലെങ്കിൽ വെടിവെക്കുക. വേറെ ആയുധമില്ലല്ലോ, അതിൽ താഴെയുള്ള ആയുധമൊന്നുമില്ല. തല്ലാനുള്ള ലാത്തിയോ ചൂരലോ ഒന്നും പട്ടാളത്തിൻ്റെ കയ്യിലില്ല. ഏറ്റവും കുറഞ്ഞ ആയുധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെടിയാണ്. അപ്പോൾ അത് വെച്ചിട്ട് ചുമ്മാ സ്വന്തം ജനതയെ വെടിവെച്ച് കൊല്ലാൻ പറ്റുമോ? സോ വളരെ കോഷ്യസ് ആയിട്ടേ പട്ടാളത്തെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പോലീസിന് അങ്ങനെയല്ല. പോലീസിന് കുറേയധികം മറ്റ് മാർഗങ്ങളുണ്ട്. ഈ പറഞ്ഞ ജലബീരങ്കി, റബ്ബർ ബുള്ളറ്റ്, ലാത്തി, ടിയർ ഗ്യാസ്, ഇതൊന്നും പട്ടാളത്തിൻ്റെ കയ്യിലില്ല. പോലീസിൻ്റെ കയ്യിലുള്ള ആയുധങ്ങളൊന്നും പട്ടാളത്തിൻ്റെ കയ്യിലില്ല. അപ്പോൾ പോലീസാണ് ആവശ്യം, പോലീസിൻ്റെ നിയന്ത്രണം, എണ്ണം, ഇതൊക്കെ. ആ കഷ്ടപ്പാടിൽ കഴിഞ്ഞു. ബട്ട് അപ്പോഴത്തേക്ക് മോദി നമ്മൾ അരം വെച്ച് കത്തിരാകുമല്ലോ, തീ പറക്കും. നമ്മൾ ഇങ്ങനെ ഇപ്പോൾ മെഷീനൈസ്ഡ് ഇങ്ങനെ കറങ്ങുന്നതിൽ കത്തിരാകുമ്പോൾ തീ പറക്കും. ഭയങ്കര ടെമ്പറേച്ചറാണ്. ബട്ട് കത്തി അസാമാന്യം മൂർച്ചയിൽ വരും. അങ്ങനെ ചാണയ്ക്ക് വെച്ച ചൂളയിൽ വെച്ച് അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത വ്യക്തിയായിട്ട് നരേന്ദ്രമോദി ഉദയം ചെയ്തു. പുതിയൊരു നരേന്ദ്രൻ. അസാമാന്യമായ അഡ്മിനിസ്ട്രേറ്റീവ് എഫിഷ്യൻസി. കഴിഞ്ഞ 25 വർഷമായി മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയായിട്ടിരിക്കുന്നു. ഒരു ദിവസം, ഒരൊറ്റ ദിവസം ലിയോ കേട്ടിട്ടുണ്ടോ? പ്രധാനമന്ത്രിക്ക് ശാരീരിക അസ്വാസ്ഥ്യം. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിലെ ഡോക്ടർമാർ പരിശോധിച്ചു. 2 ദിവസത്തെ വിശ്രമം ഉപദേശിച്ചു. അദ്ദേഹം ആരോഗ്യം വീണ്ടെടുത്തുകൊണ്ടിരിക്കുകയാണ്, ഭയപ്പെടാനൊന്നുമില്ല. ഇങ്ങനൊരു മെഡിക്കൽ ബുള്ളറ്റിൻ കേട്ടിട്ടുണ്ടോ? ഇന്ന് വരെ ഇല്ല. എവിടെയൊക്കെ ഏതൊക്കെ രാജ്യത്ത് പോകുന്നു? നമ്മളെപ്പോലുള്ളവരൊക്കെയാണ് ഒരു 4 രാജ്യത്ത് പോയി കഴിയുമ്പോൾ ഉണ്ടല്ലോ, കഷ്ണമായിട്ടായിരിക്കും തിരിച്ചു വരുന്നത്, പാഴ്സൽ കൊണ്ടുവരുന്ന പോലെ. നടക്കില്ല. ഇത് 8 ദിവസം കൊണ്ട് 5 രാജ്യങ്ങൾ സന്ദർശിച്ച് തിരിച്ചു വന്നു. അപ്പം ഞാനൊന്ന് ഉള്ളിൽ വിചാരിച്ചു, എന്ത് പരിപാടിയാണ്, പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞൊരു വിമാനം എടുത്തുകൊണ്ട് ഒറ്റ പോക്കാണ്. വെറുതെയാണോ പ്രതിപക്ഷം കുറ്റം പറയുന്നത്? മനസ്സിൽ, പുറത്ത് പറഞ്ഞില്ല. ഇപ്പോൾ ഈ നമ്മുടെ ഹോർമുസ് കടലിടുക്ക് പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഈ മനുഷ്യൻ നാടെല്ലാം കരാറുണ്ടാക്കി വെച്ചിരിക്കുന്നു. 21 സ്ഥലത്തു നിന്നാണ് നമ്മൾ ക്രൂഡ് ഓയിലും ഗ്യാസും വാങ്ങിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ അത് 47 സ്ഥലത്തു നിന്നാണ് വാങ്ങുന്നത്. ഈ 47 സ്ഥലത്തു നിന്ന് അനായാസം വാങ്ങാൻ എങ്ങനെ സാധിച്ചു? ക്രൂഡ് ഓയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിലയും സംഗതിയും, അത് വില ഏറ്റക്കുറച്ചിൽ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഡോളറിലാണോ കച്ചവടം, യുവാനിൽ വേണോ, ഇങ്ങനെ വേണം. ഇതൊക്കെ ഒരു കരാറിൻ്റെ ഭാഗമായിട്ടാണ്. ഈ കരാറ് നേരത്തെ പുള്ളി തയ്യാറാക്കി വെച്ച് എല്ലായിടത്തും എണ്ണ കിട്ടുന്ന സകല സ്ഥലത്തും 1 ലിറ്ററെങ്കിലും 1 ലിറ്റർ അത് തന്നേക്ക് ചേട്ടാ, ആവശ്യം വരും. ശരി, നമുക്ക് നോക്കാം, ആവശ്യം വന്നാൽ എന്നോട് പറഞ്ഞു, കുറച്ചേ ഉള്ളൂ കേട്ടോ, ഒരു ടാങ്കറേ തരാനുണ്ടാവുള്ളൂ, മതി എന്നൊക്കെ പറഞ്ഞു. ഇത് നേരത്തെ ഒപ്പിട്ട് വെച്ചിരിക്കുക. ഈ ഹോർമൂസ് കുഴപ്പമായി കഴിഞ്ഞപ്പോൾ 47 സ്ഥലത്ത് നിന്ന് 21 പകരം 47 സ്ഥലത്ത് നിന്ന് ഇതിന് വേണ്ടിയിട്ടാണ് ഈ മനുഷ്യൻ ഓടിക്കൊണ്ടിരുന്നത്. അപ്പോൾ എനിക്കൊരു മനസ്സിലാവുന്നത്, വെറുതെ തെറ്റിദ്ധരിച്ചു, പാവം. ഇങ്ങനെ മുൻകൂട്ടി കണ്ടിട്ട്
ഒറ്റ സോഴ്സിൽ നിന്നാണ് വരുന്നത്. ഗൾഫ് രാജ്യങ്ങളുമൊക്കെ ആയിട്ട് നമ്മൾ നല്ല ബന്ധത്തിലാണ്, ഇറാനുമായിട്ട് നല്ല ബന്ധത്തിലാണ്. ബട്ട് സ്റ്റിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാൽ നമുക്കൊരു ബാക്കപ്പ് വേണ്ടേ? ഇന്ന് പ്രതിപക്ഷങ്ങൾ സ്വപ്നം കണ്ടു, LPG-യുമായിട്ട് വീട്ടമ്മമാരെല്ലാം കൂടെ കാലി ഗ്യാസുമായിട്ട് റോഡിലിറങ്ങി റോഡ് ബ്ലോക്ക് ചെയ്യുന്നു, വലിയ കലാപം നടക്കുന്നു, ഭരണകൂടം കൊഴിയുന്നു, രാഹുൽ ഗാന്ധി അധികാരത്തിൽ വരുന്നു. ഈ സ്വപ്നമായിട്ട് തന്നെ അവശേഷിച്ചു അല്ലേ? ഇപ്പോൾ ഹോർമസ് തുറന്നെങ്കിലും ഇനിയും ഒരു 3 മാസമെങ്കിലും എടുക്കും ഇത് നോർമലാവാൻ. ഇന്ന് വരെ ഏതെങ്കിലും വീട്ടിൽ LPG മുടങ്ങിയോ? കൊമേഴ്ഷ്യൽ LPGക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി, കുറച്ച് ഹോട്ടലുകൾ പൂട്ടേണ്ടി വന്നു, അല്ലെങ്കിൽ ഐറ്റംസ് കുറച്ചു, അങ്ങനെ ഇങ്ങനെ റോക്കറ്റ് അടുപ്പ്, ബുള്ളറ്റ് അടുപ്പ് ഒക്കെ ഈ റോഡിൽ നിന്ന് കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞ് കുറച്ചൊരു പ്രശ്നം ഉണ്ടായി. അത്രയല്ലേ ഉണ്ടായുള്ളൂ. അതെ, നമ്മുടെ കയ്യിൽ 90% ഇമ്പോർട്ട് ചെയ്യുന്ന സാധനം ഇത്ര വലിയ പ്രതിസന്ധി, ഇത്ര നീണ്ടു നിന്ന പ്രതിസന്ധി ഉണ്ടായിട്ട് പോലും ഇത് പിടിച്ചു നിൽക്കാൻ ഈ രാജ്യത്ത് സാധിച്ച് 140 കോടി ആൾക്കാർക്ക് കൊടുക്കണ്ടേ? വയറ് നിറയണ്ടേ? ഇത് മാത്രം കൊടുത്താൽ മതിയോ? നേപ്പാളിന് കൊടുക്കണം, ബംഗ്ലാദേശിന് കൊടുക്കണം, മാലദ്വീപ്സിന് കൊടുക്കണം, ശ്രീലങ്കയ്ക്ക് കൊടുക്കണം. ഒരു ഫുൾ ടാങ്കർ കപ്പൽ ആ എണ്ണം മേടിക്കാനുള്ള കാശ് ബംഗ്ലാദേശിൻ്റെ കയ്യിൽ ഇല്ല. ബംഗ്ലാദേശ് പറയും, ചേട്ടൻ മേടിക്കുമ്പോൾ കുറച്ച് എനിക്കും തന്നാൽ മതി. ഇതാണ് 50,000 ലിറ്റർ ഡീസൽ അർജൻറ്റായിട്ട് ബംഗ്ലാദേശിന് കൊടുത്തു വിട്ടു. പേഴ്സണലി എനിക്കത് ഇഷ്ടപ്പെട്ടൊന്നുമില്ല കേട്ടോ, കൊടുക്കരുതായിരുന്നു അവന്. ബട്ട് കാരണം ഇത്രയും പ്രശ്നം നമുക്ക് ഉണ്ടാക്കുന്നവരാണല്ലോ. ക്രൂഡ് ഓയിലല്ല, ഡീസൽ റിഫൈൻ ചെയ്ത് കഴിഞ്ഞിരുന്ന ഡീസൽ നമുക്ക് ഉപയോഗിക്കും. നമ്മളിവിടെ ടെൻഷനിൽ നിൽക്കുമ്പോൾ 50,000 ലിറ്റർ കൊടുക്കണം ആ പാവത്തിന്. ഇത് ചെയ്യുന്ന നേപ്പാളിന് കൊടുക്കുന്ന നമ്മളാണ്, മാലദ്വീപ്സിന് കൊടുക്കുന്ന നമ്മളാണ്. മാലദ്വീപ്സ് ഗെറ്റ് ഔട്ട് ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് ക്യാമ്പയിൻ നടത്തിയിട്ടാണ് ആ മാന്യൻ അധികാരത്തിൽ വന്നത്. ഇപ്പോൾ അരി കൊടുക്കുന്നത് നമ്മളാണ് കൊടുത്തേക്കുന്നത്. ഇവരെയെല്ലാം നമുക്ക് ശ്രീലങ്ക അതുപോലെ തന്നെ. ശ്രീലങ്ക ഒരിക്കൽ വിമാനത്തിൽ പോകുമ്പോൾ സ്റ്റാലിൻ, സോവിയറ്റ് യൂണിയനിലെ സ്റ്റാലിൻ ചോദിച്ചു, ഇതേതാ സാധനം? സാർ ഇത് ശ്രീലങ്ക. എന്തിനാ ആ രാജ്യം നിലനിൽക്കുന്നത്? എന്തിനാ? ഏത് ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രിയോടാണ് ചോദിക്കുന്നത്. വൈ ഡസ് ഇറ്റ് എക്സിസ്റ്റ്? അതങ്ങ് തിന്നു കളയണ്ടേ? ഇന്ത്യ അങ്ങ് എടുക്കണ്ടേ ശ്രീലങ്ക? ഇതാണ് സ്റ്റാലിൻ. കാരണം സ്റ്റാലിനും അപ്പുറത്ത് അമേരിക്കയിൽ കെന്നഡിയോ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് എന്താ? ചെക്കോസ്ലോവാക്യ എടുത്തു, ഹംഗറി എടുത്തു, ഇതെടുത്ത് ഇങ്ങനെ മന്തി ഇപ്പോൾ രണ്ട് കഷ്ണമായിട്ട് ഇവരെടുത്തുകൊണ്ടിരിക്കുന്ന കാലം. നമ്മൾ ഈ സാധനത്തെ ശ്രീലങ്കയായിട്ട് തന്നെ നിർത്തുന്നു, ബംഗ്ലാദേശായിട്ട് തന്നെ നിർത്തുന്നു, മാലദ്വീപ്സായിട്ട് തന്നെ നിർത്തുന്നു. മാലദ്വീപ്സിനെയൊക്കെ ആക്രമിച്ച് നമ്മളെ സ്വന്തമാക്കാൻ എത്ര നേരം വേണം നമുക്ക്? ഇത് നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഈ രീതിയിൽ അവരെ നിർത്തിക്കൊണ്ട് അവർ പലപ്പോഴും നമ്മളെ ചീത്തയൊക്കെ പറയുമെങ്കിലും ശരി, ചീത്ത പറഞ്ഞതൊക്കെ ഇരിക്കട്ടെ, അവന് ഭക്ഷണം കഴിക്കണമല്ലോ, അവന് കൊടുക്കുന്നു. ഇതെല്ലാം ചെയ്യാനുള്ള മിടുക്ക് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആകസ്മികമായിട്ട് മുഖ്യമന്ത്രിയായ ഒരു മനുഷ്യൻ അസാമാന്യമായി കഷ്ടപ്പെട്ട് പഠിച്ചതാണ്. അല്ലാതെ ആരെങ്കിലും സഹായിക്കാനൊന്നും പലപ്പോഴും ആൾക്കാരുണ്ടായിരുന്നില്ല. പാർട്ടിക്കുള്ളിലും എതിർപ്പുണ്ടായിരുന്നു, പാർട്ടിക്ക് പുറത്ത് എതിർപ്പിൻ്റെ ഭീകരമായ അവസ്ഥയായിരുന്നു. 2014 ഇദ്ദേഹം അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഭൂമിയിലെ സകല കൊള്ളരായ്മയ്ക്ക് ഉത്തരവാദിത്വം മോദിക്കായിരുന്നു. അന്ന് ഞാൻ ഈ TV ചർച്ചയ്ക്കൊക്കെ പോകുന്ന കാലം. അപ്പോൾ അന്ന് സകല പ്രശ്നങ്ങളും മോദിയുടെ തലയിലാണ്. ദാദ്രി ഓർമ്മയുണ്ടോ ഒരു സംഭവം? അഖ്ലാഖ് എന്ന് പറഞ്ഞിട്ട് മുസ്ലിമിനെ ബീഫ് കയ്യിൽ വെച്ചതിന് തല്ലിക്കൊന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ദാദ്രി എന്ന് പറയുന്നത് UP-യിലെ ഒരു സ്ഥലമാണ്. അവിടെ ഭരിക്കുന്നത് അഖിലേഷ് യാദവാണ്, സമാജ്വാദി പാർട്ടി. അങ്ങേർക്കൊരു ഉത്തരവാദിത്തമില്ല ആ സ്റ്റേറ്റിൽ സംഭവിച്ചതിന്. അങ്ങേർക്ക് ഉത്തരവാദിത്തമില്ല, അങ്ങേര് ഫ്രീ. മോദിക്കാണ് കുറ്റം. ഇവിടുത്തെ കേരളത്തിലെ സകല ചാനലുകളും മോദിയെ ദാദ്രിയുടെ പേരിൽ കുറ്റം പറയാൻ ഇനിയൊന്നും ബാക്കിയില്ല. ഈ അവസ്ഥയായിരുന്നു. ഇപ്പോൾ അത് കുറേശ്ശെ കുറഞ്ഞു കേട്ടോ. ഇപ്പോൾ കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട്. പൊതുവേ TV ചർച്ചകൾ നോക്കിക്കോ, കേരളത്തിലെ ലോക്കൽ പ്രശ്നങ്ങളാണ്. അങ്ങോട്ട് കടക്കുന്നില്ല, കാരണം കടന്നാൽ അപകടമാണ്. അവിടെ മാനം മുട്ട വളർന്നിരിക്കുന്നു മോദി. ഇപ്പോൾ എന്നെ കൂടെ ചേർക്കൂ എന്ന് പറഞ്ഞിട്ട് ദീനദയാൽ ഉപാധ്യായ മാർഗ്, അവിടെയാണ് BJP-യുടെ ഹെഡ്ക്വാർട്ടേഴ്സ്. അവിടെ അമിത്ഷാ നോ എൻട്രി ബോർഡ് വെച്ചിരിക്കുകയാണ്. ഇനി ആരെയും എടുക്കുന്നില്ല, പോയി വേറെ പാർട്ടി ഉണ്ടാക്കുക. എന്താണെന്ന് വെച്ചാൽ BJP-യിൽ എടുക്കുകയില്ല. കാരണം
TMC ഇന്ന് കുത്തി ഒഴുകി വന്നപ്പോഴുണ്ടല്ലോ, ഈവൻ അമിത്ഷാ വരെ ഭയന്ന് പോയി കാണും. ഇതെല്ലാം കൂടെ വന്നിട്ട് അവസാനം ഒറിജിനൽ BJP-കാരൻ കിടക്കുന്നു. അവൻ പുറകിലത്തെ വാതിൽ പൊളിച്ചിട്ട് ഓടേണ്ടി വരും ഇവരെ അക്കോമഡേറ്റ് ചെയ്യാൻ പോയാൽ. അതുകൊണ്ട് TMCification ഓഫ് BJP നടക്കില്ല. ഇവിടെ വെച്ച് നമുക്ക് നിർത്താമെന്ന് പറഞ്ഞാൽ നോ എൻട്രി ബോർഡ് വെച്ചിട്ട് അവരിപ്പോൾ പുതിയ പുതിയ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് ഞാൻ സെപ്പറേറ്റ് ബ്ലോക്കായിട്ടിരിക്കാം എന്നൊക്കെ പറയുന്നു. അത് DMK ആണ് ആദ്യം തുടങ്ങിയത്, ഞങ്ങൾ വേറെ ബ്ലോക്കായിട്ടിരിക്കാം. അതെ, കാരണം ഈ കോൺഗ്രസിൻ്റെ ചതി അവർക്ക് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. DMK എന്തുമായിക്കോട്ടെ അവരുടെ ഭാഗത്ത് നോക്കുമ്പോഴുണ്ടല്ലോ, ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത കോൺഗ്രസ്സിന് 5 സീറ്റ് കൊടുത്ത് ജയിപ്പിച്ചെടുത്തത് DMK അല്ലേ. അവരോട് ഈ ചതി ചെയ്യാമോ? അതുമാത്രമല്ല, രാഹുൽ ഗാന്ധി ഇപ്പം ചെയ്ത് നോക്ക്, അവരുടെ ഇന്ത്യ മുന്നണി മീറ്റിംഗ് കൂടി, കോൺഫിഡൻഷ്യൽ മീറ്റിംഗാണ്. മീറ്റിംഗ് ആരും ഒന്നും പാടില്ല, എല്ലാവരുടെയും മൊബൈൽ പുറത്ത് വെപ്പിച്ചു. എന്നിട്ട് ആ മീറ്റിങ്ങിൽ രാഹുൽ ഗാന്ധി ചെയ്ത പ്രസംഗം മാത്രം രാഹുൽ ഗാന്ധി പുറത്തു വിട്ടു. മാന്യന്മാർ ചെയ്യുന്ന പണിയാണല്ലോ. ഇവർക്കിപ്പം അടിച്ചിൽ വീണ പോലെ ആർക്കും ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്നിട്ട് അതിനകത്തെ പുള്ളിയുടെ പഞ്ച് ഡയലോഗാണ്, പിണറായി വിജയനെ കെട്ടിപ്പിടിക്കാൻ എനിക്ക് പറ്റില്ല, ആദ്യം ഞാൻ ചെയ്യില്ല. എന്താ പിണറായി വിജയന് നാറു ഇങ്ങനെ കുളിക്കാറില്ലേ പിണറായി വിജയൻ? എന്ത് വർത്തമാനം! ഇതേ മനുഷ്യനാണ് ലോക്സഭയിൽ വെച്ചിട്ട് നരേന്ദ്രമോദിയെ കെട്ടിപ്പിടിച്ചത് ആണല്ലോ. നരേന്ദ്രമോദി ശത്രുപക്ഷത്താണ്, പിണറായി വിജയൻ നിങ്ങളുടെ ഇന്ത്യ മുന്നണിയിലെ മിത്രപക്ഷത്താണല്ലോ. അത് എടുത്തു പറയേണ്ട കാര്യം എന്താ? പിണറായി വിജയനെ കെട്ടിപ്പിടിക്കില്ല എന്ന് എടുത്തു പറയാൻ കാര്യം എന്താ? ആ പ്രസംഗം നമ്മളെല്ലാം കേട്ടതാണല്ലോ. ആ പ്രസംഗത്തിൻ്റെ മുഴുവൻ ഫ്ലോ നോക്കിക്കോളൂ. പിണറായി വിജയൻ്റെ കെട്ടിപ്പിടിക്കില്ല എന്ന് പറഞ്ഞില്ലായിരുന്നെങ്കിൽ പോലും ആ പ്രസംഗം കംപ്ലീറ്റാണ്. അപ്പോൾ അത് മനഃപൂർവ്വം എടുത്ത് പറഞ്ഞതാണ്. മറ്റുള്ളവർ ഇപ്പോൾ ഈ വലിയ വീരസി അടിക്കുന്ന ബ്രിട്ടാസ് ആ യോഗത്തിലുണ്ടായിരുന്നു. ബ്രിട്ടാസൊന്നും മിണ്ടുന്നില്ല. എന്തുകൊണ്ട് നിങ്ങൾ ഈ പ്രസംഗം റെക്കോർഡ് ചെയ്തു? ബാക്കിയുള്ളവരുടെയൊക്കെ മൊബൈൽ പുറത്ത് വെച്ച് റെക്കോർഡ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് സ്വന്തം പ്രസംഗം രാഹുൽ ഗാന്ധി റെക്കോർഡ് ചെയ്തത് എങ്ങനെ? ഇത് ചോദിക്കാനും ഇവർക്ക് ധൈര്യമില്ല. കാരണം ഇവർ പറഞ്ഞതും അയാൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ടെങ്കിലോ എല്ലാവർക്കും പേടിയാണ്. ബ്രിട്ടാസിനും പേടിയാണ്. കാരണം ബ്രിട്ടാസ് എന്തെങ്കിലും കടുപ്പിച്ച് പറഞ്ഞു എന്ന് വെച്ചോ, രാഹുൽ ഗാന്ധി ബ്രിട്ടാസിൻ്റെ വോയിസ് ക്ലിപ്പ് പുറത്തു വിടും, ബ്രിട്ടാസ് കൊടുക്കും. എന്തൊരു മുന്നണിയാണ് ഇത്! അപ്പോൾ ഇത് നരേന്ദ്രമോദി എഞ്ചിനീയർ ചെയ്തതാണോ? അല്ല. അമിത്ഷാ എന്ന ചാണക്യൻ ബുദ്ധി പ്രവർത്തിച്ചതാണോ ഈ റെക്കോർഡിങ്? അല്ലല്ലോ. അമിത്ഷായ്ക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല. ഇതൊക്കെ സ്വയംകൃതാനബദ്ധമാണ്. ആർക്കും ഇപ്പോൾ ഒന്നും മിണ്ടാൻ വയ്യ. കാരണം എല്ലാവരും അതിനുള്ളിൽ കോൺഗ്രസിനെ കുറ്റം പറഞ്ഞിരുന്നു, രാഹുൽ ഗാന്ധിയെ കുറ്റം പറഞ്ഞിരുന്നു, നിങ്ങളുടെ DMK പിടിച്ചത് മഹാഭാവമാണെന്ന് പറഞ്ഞിരുന്നു. ഇതൊക്കെ പറഞ്ഞതൊക്കെ അവർക്കറിയാം. ഇതിപ്പോൾ രാഹുൽ ഗാന്ധി റെക്കോർഡ് ചെയ്തോ ഇല്ല എന്നുള്ളതാണ് അവരുടെ സംശയം. ഈ റെക്കോർഡ് പുറത്ത് വിട്ട് കഴിഞ്ഞാൽ അന്യോന്യം പറഞ്ഞ കാര്യങ്ങളും പുറത്തു വരും. അതെ, CPM CPIയെ പറ്റി പറഞ്ഞ കാര്യങ്ങൾ, CPI CPMനോട് പോടാപ്പില്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ, ഇതൊക്കെ ഇയാൾ റെക്കോർഡ് ചെയ്ത് വെച്ച് കാണും. റെക്കോർഡ് ചെയ്യുന്നില്ലല്ലോ എന്നുള്ള ധൈര്യത്തിൽ ആൾക്കാർ സംസാരിക്കുകയും അത് രഹസ്യമായിട്ട് റെക്കോർഡ് ചെയ്യുകയും അതിൻ്റെ ഒരു കഷ്ണം പുറത്തു വിടുകയും ബാക്കി എൻ്റെ കയ്യിലുണ്ട് എന്നുള്ള ഇൻഡിക്കേഷൻ വരികയും ചെയ്തു. എന്തൊരു പൊളിറ്റിക്കൽ അലയൻസ് ആണെന്ന് ആലോചിച്ച് നോക്കി. ഒരു ട്രസ്റ്റുമില്ലാത്ത സാധനം. തീർച്ചയായിട്ടും. ഇതിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഒരു വശത്ത് തിരഞ്ഞെടുപ്പ് ഒന്നൊന്നായി വിജയിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി, രാജ്യത്തിൻ്റെ നമ്മുടെ ശതമാനം കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ 72% ഇപ്പോൾ BJP ഭരിക്കുന്ന. പറഞ്ഞു വരുമ്പോൾ നമ്മളിങ്ങനെ ഓവർ ഡ്രൈവ് നടത്തും. തിരഞ്ഞെടുപ്പ് ഒന്നൊന്നായിട്ട് ജയിച്ചു വരുന്ന പ്രധാനമന്ത്രി, അത് വസ്തുതാപരമായിട്ട് ശരിയല്ല അല്ലയോ? അതെന്തുകൊണ്ടാണ്? കേരളത്തിൽ മോദി ജയിച്ചോ? ഇല്ല. തമിഴ്നാട്ടിൽ ജയിച്ചോ? ഇല്ല. തെലങ്കാനയിൽ ഭരിക്കുന്നത് ആരാ? കോൺഗ്രസ്സാണ്. കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. ആന്ധ്ര TDP ആണ്, BJP അല്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ എന്തോ മാജിക് കാണിക്കുന്നു എന്നുള്ള ഒരു ധാരണ വരാൻ പാടില്ല. വളരെ കഷ്ടപ്പെട്ടാണ് BJP നിന്നിടത്ത് തന്നെ നിൽക്കുന്നത്. നിന്നിടത്ത് തന്നെ നിൽക്കാനായിട്ട് വളരെ വേഗത്തിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇന്ത്യൻ രാഷ്ട്രീയം 12 വർഷം മുൻപ് എന്താണോ അവിടെ നിൽക്കുന്നു എന്നാണോ അങ്ങ് ഉദ്ദേശിക്കുന്നത്? എന്നല്ല ഞാൻ പറഞ്ഞത്.
പ്രസൻറ്റ് പൊളിറ്റിക്സിൽ അപ്പർ ഹാൻഡ് ബി ജെ പിക്ക് ഉണ്ട്. ഉണ്ട്. ഈ അപ്പർ ഹാൻഡ് നിലനിർത്താനായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ. കാരണം പൊളിറ്റിക്സ് ഒന്ന് സ്ലിപ്പറി ഗ്രൗണ്ടാണ്, വേറൊന്ന് വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുന്നു, സമവാക്യങ്ങൾ പെട്ടെന്ന് മാറിക്കൊണ്ടിരിക്കുന്നു. അതനുസരിച്ച് ഓടിയാൽ മാത്രമേ നിങ്ങൾക്ക് ഫലപ്രദമായിട്ട് ഈ അപ്പർ ഹാൻഡ് നിലനിർത്താൻ പറ്റൂ. അവിടെയാണ് കുറേ ചലഞ്ചസിനെ കുറിച്ച് പറയാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കെ, ഈ ഇത്രയേറെ ഒരു 72% BJP മുന്നോട്ട് കൊണ്ടുപോകുന്നു, ഭരിക്കുന്നു, സംസ്ഥാനങ്ങളുടെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെയാണ് പുതിയ ചലഞ്ചസ് വരുന്നത്. അപ്പോൾ യുവജനങ്ങൾ അസംതൃപ്തരാണ് എന്ന് സംശയമുണ്ടാക്കുന്ന തരത്തിലേക്കുള്ള വാർത്തകൾ നമുക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പരീക്ഷ, നീറ്റ് പരീക്ഷ, CBSE പരീക്ഷ, ഇവയിലൊക്കെ തന്നെയുള്ള വിവാദങ്ങളൊക്കെ തന്നെ നമുക്കറിയാം, സംഭവിച്ചിട്ട് വീഴ്ചകൾ നമുക്ക് അറിയാം. ഇതൊക്കെ ഉയർത്തിക്കാട്ടി ചില ക്യാമ്പയിനുകൾക്ക് നേതൃത്വം നൽകാൻ ചിലരൊക്കെ ഒരുങ്ങുന്നുണ്ട്. ചില കോക്രോച്ച് പാർട്ടി മൂവ്മെൻറ്റുകളുണ്ട്. ഇത്തരത്തിലുള്ള ചലഞ്ചസ് മുന്നിലുണ്ട്. അപ്പോൾ പ്രതിപക്ഷത്തെ പാർട്ടികൾ ദുർബലമാകുന്നു, അവരുടെ കൂട്ടുകെട്ട് ശിഥിലമായിക്കൊണ്ടിരിക്കുന്നുവെങ്കിലും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ മുന്നിലേക്ക് വരുമല്ലോ. ഒരു കാര്യം എനിക്കറിയാമോ, യുവാക്കൾ എന്നും അസ്വസ്ഥരായിരിക്കും, ക്ഷുഭിതരായിരിക്കും. ഞാൻ യുവാവായിരുന്നപ്പോൾ ഞാനും ക്ഷുഭിതനായിരുന്നു. എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല, ഞാൻ ക്ഷുഭിതനാണ്. അപ്പോൾ ഞാൻ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിലാണ് പഠിച്ചത്. ഞങ്ങൾ അവിടുന്ന് കൊളത്തൂരാണല്ലോ, അവിടുന്ന് സിറ്റിയിൽ വന്നിട്ട് സെക്കൻഡ് ഷോ സിനിമ കാണും, തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോകും. രാത്രി റോഡിൽ നിന്ന് ഹോസ്റ്റലിലേക്ക് ഒരു ചെറിയ കുന്നുപോലെ കയറ്റം പോകും. അപ്പോൾ ഞങ്ങൾ ദുഷിച്ച് നാറിയ സാമൂഹ്യ വ്യവസ്ഥിതിക്കെതിരെ പ്രതികരിക്കാനായിട്ട് ഒരു കല്ലെടുത്തിട്ട് ഫസ്റ്റ് ഫ്ലോറിലെ ജനലിൻ്റെ ചില്ലിൻ്റെ നേർക്ക് എറിയും. ആ ചില്ല് പൊട്ടും. അതോടെ ദുഷിച്ച് നാറിയ വ്യവസ്ഥിതി പൊട്ടി. പിന്നെ ഞങ്ങൾ പോയി കിടക്കും, സുഖമായിട്ട് ഉറങ്ങും, ഒരു സമാധാനം കിട്ടും. എന്നാണ് എവിടെയാണ് യുവാക്കൾ ക്ഷുഭിതരല്ലാത്തത്? ഞാൻ ചെറുപ്പക്കാരനായിരിക്കുമ്പോൾ റൈസിങ് സ്റ്റാറായിട്ട് വന്ന ആളാണ് അമിതാഭ് ബച്ചൻ. അമിതാഭ് ബച്ചന് അന്ന് കിട്ടിയ പേരാണ് ആംഗ്രി യങ് മാൻ. യെസ്, എവറി യങ് മാൻ ഈസ് ആംഗ്രി ഓൺ വൺ റീസൺ ഓർ ദ അതർ. ഓക്കെ, മനസ്സിലായി? അതെ. അവരെപ്പോഴും അടിച്ച് പൊളിക്കണം, ഇതൊന്നും ശരിയൊന്നുമല്ല, ഭരണഘടന എന്ത് ഭരണഘടന എടുത്ത് പുറത്ത് കളയണം, ഈ രീതിയിൽ പ്രതികരിക്കുന്നതാണ് യുവത്വം. അത് ഭാരതത്തിൽ യുവാക്കളുടെ എണ്ണം ആണ് കൂടുതൽ, അവരുടെ ശബ്ദമാണ് കൂടുതൽ കേൾക്കുന്നത്. അത് ഒരു വൈബ്രൻറ്റ് സൊസൈറ്റിയുടെ സ്വഭാവമാണ്. അപ്പം നീറ്റ്, CBSE ഇത്തരം പ്രശ്നങ്ങൾ എക്കാലത്തും ഉണ്ടായിരുന്നു. ഈ പ്രശ്നങ്ങൾ 1971 ഞാൻ SSLC പരീക്ഷ എഴുതുന്നത്. ആ 71 SSLC പരീക്ഷയുടെ പേപ്പർ ലീക്കായി. ഓക്കെ, പരീക്ഷ എഴുതി. അന്ന് 6 പരീക്ഷ, 8 പരീക്ഷ, അവസാനത്തെ 2 പരീക്ഷ ബാക്കിയുള്ളപ്പോൾ പേപ്പർ ലീക്കായി, പരീക്ഷ മാറ്റിവെച്ചു. ഞാൻ എന്താ ചെയ്തതെന്നറിയാമോ? ഞാൻ വലിയ സന്തോഷത്തിൽ സിനിമ കാണാൻ പോയി, കൂട്ടുകാരനെയും കൂട്ടി. വലിയ സന്തോഷമാണ് തോന്നിയത്. കാരണം പരീക്ഷ മാറ്റിവെച്ചല്ലോ, കാര്യം എന്തുമായിക്കോട്ടെ. അപ്പോൾ ഈ പരീക്ഷാ പേപ്പർ ചോർന്ന് പരീക്ഷ മാറ്റിവെച്ചാൽ ഒരുപാട് പേർക്ക് സങ്കടം ഉണ്ടാകും, വീണ്ടും പ്രിപ്പയർ ചെയ്യണം. ഒരുപാട് പേർക്ക് എന്തെന്നില്ലാത്ത സന്തോഷവും ഉണ്ടാകും. ദുരിതം, ഇനി അടുത്ത മാസം നോക്കാം. അതുവരെ അച്ഛൻ്റെ അമ്മയുടെയും ചിലവിൽ ചാപ്പാടും ഒക്കെ അടിച്ച് സിനിമയൊക്കെ കണ്ട് നമുക്ക് അടിച്ച് പൊളിക്കാം. ഇതൊക്കെ യുവാക്കൾ, ഇത്തരം പല ടൈപ്പ് പെരുമാറ്റങ്ങളുണ്ട്. അതിൽ കുറച്ച് പേര് റോഡിൽ ബഹളം വയ്ക്കാനായിട്ട് ഇറങ്ങും. ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ വൈകുന്നേരം വേറെ ഒന്നും ചെയ്യാനില്ലാത്തപ്പോൾ സിറ്റിയിലേക്ക് വരും. ഇപ്പോൾ ഈ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ, സെക്രട്ടേറിയറ്റിൻ്റെ വടക്കേ ഗേറ്റ്, സമര ഗേറ്റ് എന്ന് പറയുമല്ലോ, അവിടെ കുറേ പേര് കുടിലൊക്കെ കെട്ടി, എന്തിനാണെന്നറിയാമല്ല, അവർ സമരത്തിലാണ്. ഞങ്ങൾ വന്നിട്ട് ഇവരുടെ കൂടെ മുദ്രാവാക്യം വിളിക്കും. ഓക്കെ, അതിൽ വസ്തു പതിച്ച് കിട്ടാനുള്ളവരുണ്ട്, പ്രൊമോഷൻ കിട്ടിയില്ലെന്നോ അത് ഗ്രേഡ് കൂട്ടിയില്ലെന്നോ, അങ്ങനെ അധ്യാപകർ, അവരൊക്കെ സമരത്തിന് അവിടെ ഒരു കുറവുമില്ലല്ലോ. അവരുടെ കൂടെ പോയിട്ട് അപ്പോൾ അവർ ഈ സമരം ചെയ്ത് സമരം 100-ാം ദിവസം, 150-ാം ദിവസം എന്നൊക്കെ പറഞ്ഞ് വെച്ചിരിക്കുക. അപ്പോഴത്തേക്ക് ആളൊന്നുമില്ല പന്തലിൽ. അപ്പോൾ അവർക്ക് 10 പിള്ളേർ വന്നിട്ട് നല്ല സ്മാർട്ടായിട്ട് മുദ്രാവാക്യം വിളിക്കുമ്പോൾ അവർക്കൊരു സന്തോഷം. ചെറുപ്പക്കാരുടെ ഒരു കുസൃതിയാണ്. ഇന്ന് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എന്തായിരുന്നു, പക്ഷെ ഞാനൊരു എന്തെങ്കിലും ദ്രോഹം ചെയ്തതെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. ഇതാണ് ചെറുപ്പം. ഇങ്ങനെ ആയിരിക്കണം ചെറുപ്പം. പ്രതിഷേധിക്കണം. അത് പിന്നെ മന്ത്രി
ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം. അതെ, രാജിവെക്കണം. ചില പറയും രാജിവെച്ചാൽ പോരാ, അയാൾ മൂക്ക് കൊണ്ട് ഇക്ഷ വരപ്പിക്കണം അയാളെ കൊണ്ട്. ശരി. ബട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ സർക്കാരിൽ നടക്കുന്നുണ്ട്. ആ ടീമിനെ തന്നെ, ടോപ്പ് ടീമിനെ തന്നെ അവർ മാറ്റി വേറെ ടീമിനെ വയ്ക്കുമെന്ന് പറഞ്ഞു. ഇത് കൊണ്ടുപോകുന്ന വഴിക്ക് ആരെങ്കിലും തട്ടിയെടുക്കുന്ന പരിപാടി. ഇതിലിപ്പോൾ സംഭവിക്കുന്നത് എന്താ പറയുക, ഇതൊക്കെ സോഷ്യൽ മീഡിയയിലെ കളികളാണ്. ഇത് പറഞ്ഞാൽ ആരും സമ്മതിക്കുകയില്ല. നമ്മളുടെ മൊബൈൽ നമ്മുടെ വലിയൊരു ശത്രുവാണ്. നമ്മൾ മൊബൈലിലേക്ക് നോക്കുന്നു, അതേസമയം മൊബൈൽ നമ്മളെ നോക്കുന്നുണ്ട്. നമ്മൾ ടി വി നോക്കുന്നു, സ്മാർട്ട് ടി വി. ആ ടി വി നമ്മളെ നോക്കുന്നുണ്ട്, നമ്മുടെ വിവരങ്ങളെല്ലാം ഒപ്പിയെടുക്കുന്നുണ്ട്. ഇത് സത്യമാണ്. സോ ഇപ്പോൾ ഈ പരീക്ഷയിൽ വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ എന്ന് പറഞ്ഞിട്ട്, ഞാനൊരു കോച്ചിങ് സെൻറ്റർ നടത്തുന്നതാണ്. ഇപ്പോൾ ടീച്ചിങ് അല്ല, കോച്ചിങ് ആണ്. അപ്പോൾ ആയിരക്കണക്കിന് രൂപ ഫീസൊക്കെ വാങ്ങിച്ചുള്ള കോച്ചിങ് സെൻറ്റർ നടത്തുന്ന ആളാണ് ഞാൻ. എങ്ങനെയെങ്കിലും എനിക്ക് ഈ ഒരു ചോദ്യപേപ്പർ കിട്ടണം. ഒരു ചോദ്യപേപ്പർ കിട്ടിക്കഴിഞ്ഞാൽ 15 ലക്ഷം അല്ലെങ്കിൽ 30 ലക്ഷം വിദ്യാർത്ഥികൾക്ക് പ്രയോജനപ്പെടും ഈ സാധനം. അപ്പോൾ 30 ലക്ഷം പേർക്ക് പ്രയോജനമുള്ള ഒരു സാധനം കിട്ടാനായിട്ട് കുറഞ്ഞ ശ്രമമാണ് ആൾക്കാർ നടത്തുന്നത്. ആർക്ക് കൈക്കൂലി കൊടുത്തോ, കട്ടോ, മോഷ്ടിച്ചോ, പ്രിൻ്റ് ചെയ്യുന്നിടത്തോ, സാറിനെ സ്വാധീനിച്ചു, എങ്ങനെയും ഇത് സംഘടിപ്പിക്കാൻ നോക്കും. കാരണം ഞാൻ ആയിരങ്ങളുടെ ഫീസ് വാങ്ങിച്ചിരിക്കുകയാണ്. എൻ്റെ റിസൾട്ട് അത് 98% റിസൾട്ട് പത്രങ്ങളിലൊക്കെ വരാറില്ല. ഇപ്പോൾ ജയിച്ച പിള്ളേരുടെ ഫോട്ടോ ഒക്കെ ആയിട്ട് പിള്ളേർക്ക് വലിയൊരു കാര്യമാണ്. സ്റ്റാമ്പ് സൈസ് ഒരു ഫോട്ടോ, അമ്മേത് എൻ്റെ ഫോട്ടോ കണ്ടില്ലേ, ഇത് വലിയൊരു ആഘോഷമാണല്ലോ. അങ്ങനെയൊക്കെ ചെയ്ത് ഞാൻ വീണ്ടും പിള്ളേരെ ആകർഷിച്ച് ഞാനിത് നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പർ എങ്ങനെയും ലീക്ക് ചെയ്യിക്കാനുള്ള ഒരു ടെൻഡൻസി കോച്ചിങ് സെൻറ്ററുകൾക്കുണ്ട്. അവർ അതിനകത്തെ വീക്ക് ലിങ്കിനെ കണ്ടുപിടിച്ച് അയാൾക്ക് കാശ് കൊടുക്കും. ഇപ്പോൾ റണ്ണിങ് റേറ്റ് 7 മുതൽ 30 ലക്ഷം രൂപ വരെയാണ് പല പേപ്പറുകൾക്ക്. അതെ, പലവിധ പരീക്ഷകളുണ്ടല്ലോ. അതെ, നീറ്റുണ്ട്, ജീറ്റുണ്ട്, JCU, PC, ഒരുപാടുണ്ട്. കറക്റ്റ്. ഇതിനൊക്കെ പല റേറ്റുകളാണ്. ഇത് കൊടുക്കും. അവർ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞ ഒരെണ്ണം തരും. ഇത് നാളെ ഇത് തന്നെ വരുമോ എന്ന് ഉറപ്പില്ല. ബട്ട് ഭാഗ്യവശാൽ ഇത് വന്നാൽ രക്ഷപ്പെട്ടു. അപ്പോൾ പറയും കാശ് സംഗതി നടന്നു കേട്ടോ എന്ന് പറയും. പിന്നെ അതൊരു പ്രാക്ടീസ് ആവും. ഇതാണ് നടക്കുന്നത്. ഈ റാക്കറ്റ് പൊളിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര സംഗതിയല്ല. അതുപോലെ വെബ്സൈറ്റിലേക്ക് ഹാക്ക് ചെയ്ത് കയറുക. ഹാക്ക് ചെയ്തവൻ മിടുക്കനായി. എനിക്കതാണ് മനസ്സിലാവാത്തത്. നീറ്റ് പരീക്ഷയുടെ വെബ്സൈറ്റിലേക്ക് ഹാക്ക് ചെയ്യാം എന്നൊരു ചെറുക്കൻ കണ്ടുപിടിച്ചു. അവനത് പുറത്തു വിട്ടു. അവൻ മിടുക്കനാണെന്ന് പറയുന്നു. എങ്ങനെയാണ് ഹാക്ക് ചെയ്യുന്നവൻ മിടുക്കനാകുന്നത്? ഞാൻ നാളെ കേരള പോലീസിൻ്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്യുന്നു. എന്നിട്ട് ഞാൻ TV കാരെയൊക്കെ വിളിച്ച് പത്രസമ്മേളനം നടത്തിയതാ കിടക്കുന്ന സാധനം. എനിക്ക് വേണമെങ്കിൽ DGPയെ ADGP ആക്കാം, ADGPയെ SI ആക്കി മാറ്റാം, ഏത് വേണമെങ്കിലും ചെയ്യാം. എന്നെ മിടുക്കനെന്ന് പറയുമോ അതോ പോലീസിൻ്റെ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തതിന് എന്നെ അറസ്റ്റ് ചെയ്യുമോ? അറസ്റ്റ് ചെയ്യില്ലേ വേണ്ടത്. അതെ, ഞാൻ റിയലി ഒരു റെസ്പോൺസിബിളായ സിറ്റിസൺ ആണെങ്കിൽ പോലീസ് വെബ്സൈറ്റിൽ തകരാറ് കണ്ടു കഴിഞ്ഞാൽ ഞാൻ DGPക്ക് മെയിൽ കൊടുക്കണം. സാർ, വെബ്സൈറ്റിൽ ഇങ്ങനെ തകരാറുണ്ട്, ഇതിലെവിടെ കയറാൻ പറ്റും? കയറാൻ പറ്റുമോ? മോഹൻദാസ് എന്ന് പറഞ്ഞാൽ അയാളുടെ ഫോൺ നമ്പർ കണ്ടുപിടിച്ച് അയാളൊന്ന് വരാൻ പറഞ്ഞേ, എന്തോ പ്രശ്നമുണ്ട് നമ്മുടെ വെബ്സൈറ്റിന്. എന്നെ വിളിപ്പിക്കുന്നു. നോക്കട്ടെ മോഹൻദാസ്, ഞാൻ കാണിച്ചു കൊടുക്കുന്നു. പോലീസിൻ്റെ സൈബർ സെല്ല് നോക്കിക്കൊണ്ടിരിക്കുന്നു. റൈറ്റ്, യു ഹാവ് എ പോയിൻറ്റ്. കൊള്ളാം, മിടുക്കൻ. പുറത്ത് പറയണ്ട. പുറത്ത് പറയില്ല. പോലീസ് അത് പ്ലഗ് ചെയ്യുന്നു. ഇതാണ് ഒരു സിറ്റിസൺ. ഇവനെ വേണം മിടുക്കനെന്ന് പറയാൻ. അല്ലാതെ എവരി വെബ്സൈറ്റ് ക്യാൻ ബി ഹാക്ഡ്. USA-യുടെ CIA-യുടെ വെബ്സൈറ്റ് വരെ ആൾക്കാരെ ഹാക്ക് ചെയ്തിട്ടുണ്ട്. ഹാക്ക് ചെയ്യാമല്ലോ. ഞാൻ മിടുക്കനാണെങ്കിൽ ലിയോയുടെ വെബ്സൈറ്റ് ഞാൻ ഹാക്ക് ചെയ്യും. ഹാക്ക് ചെയ്യുന്നത് ഒരു മോശം കാര്യമാണ്. എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്നത് ലിയോയോട് ഞാൻ പറയുന്നു, ലിയോ ഇങ്ങനത്തെ പ്രശ്നമുണ്ട്, ഉണ്ടോ, ഷോമി, ഞാൻ കാണിക്കുന്നു. ആ പ്രശ്നം പ്ലഗ് ചെയ്യുന്നു, ആ ലൂപ്പ് ഹോൾ പ്ലഗ് ചെയ്യുന്നു. ഇതാണ് എത്തിക്കൽ ഹാക്കിംഗ്. അൺഎത്തിക്കൽ ഹാക്കിങ്ങിന് മിടുക്കനാണെന്ന് പറയും നമ്മൾ അവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ. പിന്നെ പിള്ളേരുടെയൊക്കെ ഇതെന്തായിരിക്കും, എങ്ങനെയും ഈ വെബ്സൈറ്റിൽ കയറണം. അപ്പോൾ ബൈ ഹൂക്ക് ഓർ ക്രൂക്ക് ഇതാർക്കാ ചെയ്യാൻ പറ്റാത്ത? ഞാൻ നാളെ തിരുവനന്തപുരം എയർപോർട്ടിൽ ഒരു തോക്ക് ഒളിച്ച് കടത്തി അകത്ത് കയറിയിട്ട്
ഞാൻ തോക്ക് കാണിച്ചതാ സെക്യൂരിറ്റിയൊക്കെ എന്തിനു കൊള്ളാം, ഞാൻ ദേ തോക്കകത്ത് കൊണ്ടുവന്ന് കാണിച്ചില്ലേ. ഇങ്ങനെ തുടങ്ങിയാൽ എന്ത് ചെയ്യും? ഓക്കെ, അപ്പോൾ ഈ ഒരു വിഷയത്തിന് പിന്നിൽ അങ്ങനെയുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ഈ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഫിക്സ് ചെയ്യാനുള്ള നടപടികൾ ഇപ്പോൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. മറ്റൊരു വിഷയം എനിക്ക് എളുപ്പത്തിൽ അറിയാൻ ആഗ്രഹമുള്ള മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത്, പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ സക്സസ്സിലേക്ക് നോക്കുമ്പോൾ വിദേശ നയം ഉണ്ട്, വിദേശത്ത് അങ്ങ് സൂചിപ്പിച്ച പോലെ തന്നെ ആ വിദേശ യാത്രകളൊക്കെ തന്നെ നമുക്ക് ഗുണം ചെയ്ത രീതിയുണ്ട്, ഒപ്പം തന്നെ പ്രതിരോധ രംഗത്തെ അദ്ദേഹത്തിൻ്റെ നേട്ടങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ നോക്കുമ്പോൾ കുറച്ച് മറ്റ് പേരുകളിലേക്ക് കൂടി നമ്മുടെ ശ്രദ്ധ പോകുന്നുണ്ട്. അജിത് ഡോവൽ മന്ത്രിയല്ല എങ്കിൽ പോലും അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രാധാന്യം ചില്ലറയല്ല. അമിത്ഷാ, ഓക്കെ, ഓഫ് കോഴ്സ് ഹീസ് ദെയർ. അതുപോലെ തന്നെ ജയശങ്കർ, ഈ ധനകാര്യമന്ത്രി, ഇങ്ങനെ കുറച്ച് പേരുടെ ഇടപെടലുകൾ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ നരേന്ദ്രമോദിയെയും കേന്ദ്ര സർക്കാരിൻ്റെയും പ്രവർത്തനത്തെ എത്രത്തോളം സ്വാധീനിച്ചു എന്നാണ് കരുതുന്നത്? അവരില്ലാതെ ഇതൊന്നും നടക്കില്ല. നരേന്ദ്രമോദിക്ക് ഒറ്റയ്ക്ക് ഇത് നടക്കുമോ? ഒരിക്കലുമില്ല. എത്ര വലിയ രാജ്യം, എത്ര വലിയ എക്കോണമിയാണ് ഇന്ത്യയുടെ. അപ്പോൾ എല്ലാ രംഗത്തും ഒറ്റ ആളിന് ശ്രദ്ധിച്ച് പോകാൻ പറ്റില്ല. പലരും ധരിക്കുന്ന പോലെ മോദിക്ക് അങ്ങനത്തെ ഒരു ഏകാധിപത്യ സ്വഭാവമോ സംഗതിയോ ഒന്നുമില്ല. ഒരു മന്ത്രിക്ക് ഒരു വകുപ്പ് കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു ആലോചന സംഘടനയ്ക്കുള്ളിൽ നടത്തിയിട്ടാണ് അത് ചെയ്യുന്നത്. ഓക്കെ, അല്ലാതെ വെറുതെ അറ്ററാൻഡം ഒരാളെ വയ്ക്കുക. ഒരാളെ കാണുമ്പോൾ തന്നെ മോദിക്കറിയാം ഇവൻ മിടുക്കനാണ്, അങ്ങനത്തെ അത്ഭുത സിദ്ധി കൊണ്ടൊന്നും അല്ല ഇത് ചെയ്യുന്നത്. എക്സ്പീരിയൻസ് ഉണ്ട്. വർഷം എത്രയായി? ഇപ്പോൾ 75 വയസ്സായില്ലേ? 25 വർഷത്തെ അഡ്മിനിസ്ട്രേറ്റീവ് എക്സ്പീരിയൻസ് ആയില്ലേ? അത് ചില്ലറയല്ല. നിസ്സഹായനായിട്ട് കലാപത്തിന് മുമ്പിൽ മിഴിച്ചു നിന്ന പഴയ മുഖ്യമന്ത്രി അല്ല ഇപ്പോഴത്തെ മോദി. അതെ, സകല അടിയും തടയും കളിയും അകത്തും പുറത്തും നടത്തി നല്ല തഴമ്പ് വീണ ആളാണ്. അതെ, അദ്ദേഹത്തിന് അതുകൊണ്ടുള്ള ലോകപരിചയം കൊണ്ടുള്ള ഒരു ജ്ഞാനം ഉണ്ടാകും. പ്ലസ് ഈ ഫീഡ്ബാക്ക് കൊടുക്കാൻ അദ്ദേഹത്തിന് പാർട്ടിക്കുള്ളിൽ ആൾക്കാരുണ്ട്, അഡ്മിനിസ്ട്രേഷനിലെ ആൾക്കാരുണ്ട്. പഴയ കാര്യങ്ങൾ ഇപ്പം പഴയ പോലെയല്ലോ, ഒറ്റ ക്ലിക്കിൽ ഒരാളുടെ ചരിത്രം വരും. അതെ. അതുപോലെ തന്നെ വിദേശ കാര്യത്തിലൊക്കെ തന്നെ ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം വലിയ രീതിയിൽ മെച്ചപ്പെടുത്താൻ സാധിച്ചു എങ്കിൽ തന്നെയും ട്രംപിനുമായിട്ടുള്ള ബന്ധം, ട്രംപിൻ്റെ ക്ലെയിംസ്, അത് ഏതെങ്കിലും തരത്തിൽ ഡാമേജ് ഉണ്ടാക്കിയെന്ന് തോന്നുന്നുണ്ടോ? ഡാമേജ് ഉണ്ടാക്കിയില്ലോ. നമുക്കിഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അയാൾ അമേരിക്കൻ പ്രസിഡൻ്റാണ്. അയാൾക്ക് ഭ്രാന്ത് വന്നാൽ എന്ത് ചെയ്യും? ഭ്രാന്ത് പോലെയാണ് അയാൾ പറയുന്നത്. നമ്മളോട് മാത്രമല്ല, എല്ലാവരും അങ്ങനെയല്ലേ. നെതന്യാഹുവിന് അശ്ലീലം പറഞ്ഞ് ചീത്ത പറഞ്ഞില്ലേ? അത് ടൈപ്പ് ചെയ്യാൻ പറ്റാതെ നക്ഷത്ര ചിഹ്നമിട്ടാണ് ആൾക്കാർ പൂരിപ്പിച്ചത്. ആ വാക്ക് പബ്ലിക്കിൽ ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കാണ്, പക്ഷെ അത് ഉപയോഗിച്ചു നെതന്യാഹുവിനെതിരെ. ഇയാളുടെ മാക്രോൺ, അതെ, ഫ്രാൻസിൽ ഭാര്യയുടെ തല്ല് മേടിച്ചിട്ട് അതിൻ്റെ ചമ്മൽ മാറിയിട്ടില്ല അവനിതുവരെ. എന്തൊരു കഷ്ടമാണ് സത്യം. ഈ മാക്രോണിനെ ഭാര്യ തല്ലി എന്ന് പറഞ്ഞിട്ട് ഒരു അപവാദമുണ്ട്. മാക്രോണിൻ്റെ ഭാര്യ മാക്രോണിനേക്കാൾ വളരെ മൂത്ത 10-20 വർഷത്തെ മറ്റോ വ്യത്യാസമുണ്ട് അവർ തമ്മിൽ. ബട്ട് എന്ത് വായിക്കോട്ടെ, അത് അങ്ങേരുടെ പ്രശ്നം. ഇതൊക്കെ ഇവരൊക്കെ തീർച്ചയായും ചീത്ത വിളിച്ചു. 1.25 മണിക്കൂർ നേരം പുടിനുമായിട്ട് സംസാരിച്ചു. എന്നിട്ട് അത് സംസാരിച്ചത് വലിയ പുള്ളിയുടെ ട്രൂത്ത് സോഷ്യലിൽ വലിയ പോസ്റ്റായിട്ട് വന്നു. അതിനുശേഷം പുടിൻ ഫോണിൽ ഇങ്ങനോട് രണ്ടുപേര് തമ്മിലുള്ള ഫോൺ പുറത്ത് വിടുന്നത് മര്യാദകളിൽ. നമ്മൾ പോലും നമുക്കൊക്കെ ചെറിയ മനുഷ്യരാണ്, നമ്മൾ പോലും പുറത്ത് വിടാറില്ല. അത് മാന്യതയുള്ള. അതിനുശേഷം പുടിൻ ട്രംപുമായിട്ട് ഫോണിൽ സംസാരമേ ഇല്ല. ലാവ്റോവ് ഒക്കെയാണ് സംസാരിക്കുന്നത്, പുടിൻ്റെ ആർക്ക് സംസാരിക്കില്ല. നമ്മളെ എന്താ പറഞ്ഞ് ഡെഡ് എക്കോണമി, നമ്മളെയും റഷ്യയും ചേർത്താണ് ഡെഡ് എക്കോണമി എന്ന് പറഞ്ഞത്. നമ്മൾ പറഞ്ഞു ഇത് നമ്മുടെ റിലേഷനെ റിഫ്ലക്റ്റ് ചെയ്യുന്ന വാക്കുകളല്ല ഇത് എന്ന് പറഞ്ഞിട്ട് നമ്മളങ്ങ് വിട്ടു. ഹെൽ ഹോൾ എന്ന് വിളിച്ചു നമ്മളെയും ചൈനയെയും. നമ്മൾ പറഞ്ഞു ഒരു കൾച്ചറൽ എക്സ്ചേഞ്ചിന് പറ്റിയ വാക്കുകളാണ് ഉപയോഗിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് നമ്മൾ വിട്ടു. ചൈന പറഞ്ഞു ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള കറസ്പോണ്ടൻസിൽ ഉപയോഗിക്കുന്ന വാക്കുകൾ ഇതാണ് എന്ന് ഞങ്ങൾ വിചാരിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഷീ ജിൻപിങ് വിട്ടു. കാരണം ഈ കക്ഷി ഒരുമാതിരി ഇതുപോലത്തെ തെറിയും തെറ്റുമൊക്കെ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മാന്യന്മാരെന്താ ചെയ്യുക? തീർച്ചയായിട്ടും ഇത് പറഞ്ഞു എന്നുള്ളതിൻ്റെ പേരിൽ അമേരിക്കയുടെ തലയിൽ കൊണ്ടുപോയിട്ട് ആറ്റം ബോംബ് ഇടാൻ പറ്റുക? ആ ഒരു വിഷയമുണ്ട് ഇതിൻ്റെ പിന്നിൽ. അതുപോലെ തന്നെ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിക്കുന്നതിൽ അല്ലെങ്കിൽ ഇന്ത്യ പാക് കോൺഫ്ലിക്റ്റ് അവസാനിപ്പിക്കുന്നതിൽ താനാണ് ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്.
എങ്കിലും നമ്മളിപ്പോൾ നോക്കുമ്പോൾ പ്രതിരോധ രംഗത്ത് ഒരു ശക്തമായ അല്ലെങ്കിൽ ഒരു കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുന്ന തരത്തിലുള്ള ഇടപെടൽ നടത്താൻ സാധിച്ചു എന്ന് ഒരു വിലയിരുത്തലുണ്ട്. തീർച്ചയായിട്ടും ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോൾ അല്ലെങ്കിൽ അതിൻ്റെ സമയത്ത് ഭാരതത്തിൻ്റെ ആത്മവിശ്വാസം വല്ലാതെ വർദ്ധിച്ചു. ആത്മവിശ്വാസം വർദ്ധിച്ച് മാത്രമല്ല, ആത്മവിശ്വാസം വർദ്ധിച്ചതിൻ്റെ ദോഷവും ഒന്നുമില്ല. കറാച്ചി ആക്രമിച്ച് കീഴടക്കി എന്ന് പറഞ്ഞ് നമ്മുടെ മലയാള മാധ്യമങ്ങളൊക്കെ ആഘോഷിച്ചു. ഇംഗ്ലീഷ് മാധ്യമങ്ങളും പറയല്ലോ, നമ്മുടെ ടൈംസിനൊക്കെ കറാച്ചി നമ്മുടെ കയ്യിലായി എന്നൊക്കെ പറഞ്ഞു. ആയിട്ടില്ല. അപ്പോൾ എനിക്ക് ഒരു പേടിയുണ്ടായിരുന്നു, അങ്ങനെ സംഭവിച്ചില്ല എന്ന് പറയുന്നത് എങ്ങനെ. നാട്ടുകാരെല്ലാം കറാച്ചി പിടിച്ചു എന്ന് പറയുമ്പോൾ മോഹൻദാസ് മാത്രം പിടിച്ചില്ല എന്ന് പറഞ്ഞാൽ നീ ആറാ എന്ന് ചോദിച്ചത് എല്ലാം വരും. ഞാൻ മിണ്ടിയില്ല. ഈ ഓപ്പറേഷൻ സിന്ദൂറൊക്കെ കഴിഞ്ഞപ്പോഴാണ് കറാച്ചി നമ്മൾ പിടിച്ചിട്ടില്ല. കാരണം ഇത് ഒരാവേശത്തിന് റിപ്പോർട്ട് ചെയ്ത് കറാച്ചിക്ക് അടുത്തെത്തി ഇതിപ്പോൾ പിടിച്ചു എന്നാക്കി ഒരാൾ ഫ്ലാഷ് ചെയ്തു, എല്ലാവരും ഫ്ലാഷ് ചെയ്ത് അങ്ങനെ പോയി. അപ്പോൾ അതിങ്ങ് ഈ ആവേശത്തിൽ സംഭവിക്കുന്നതാണ്. ബട്ട് അത് എല്ലാവരും ഒറ്റക്കെട്ടാണ് എന്നുള്ളതിൻ്റെ ഒരു അടയാളവും കൂടെ ആയിരുന്നു അത്. അതെ അതെ, തീർച്ചയായിട്ടും. അപ്പോൾ അത് അസാമാന്യമായ വിജയമായിരുന്നു. തീർച്ചയായിട്ടും. എന്തായാലും അസാമാന്യമായ വിജയം കൈവരിച്ച് മുന്നോട്ട് പോവുകയാണ് പ്രധാനമന്ത്രി എന്നുള്ളതിൽ നരേന്ദ്രമോദി എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി അദ്ദേഹം നടത്തുന്ന കഠിനാധ്വാനം, അതായത് ഭരണതലത്തിൽ നടത്തുന്ന ആ കഠിനാധ്വാനത്തിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന എക്സ്പീരിയൻസ്, അത് രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. രാജ്യത്തെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുന്നതിൽ നിർണായകമായിട്ടുള്ള കുറേയേറെ ചുവടുവയ്പ്പുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. അദ്ദേഹം നല്ലൊരു ടീമിനെ ഡെവലപ്പ് ചെയ്ത് ആ ടീം ശക്തമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നു. കഴിഞ്ഞ 12 വർഷത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രവർത്തനത്തെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ, ചുരുങ്ങിയ വാക്കുകളിലാണ് നമ്മളിന്ന് വിലയിരുത്തിയത്. അത് പറയാൻ തുടങ്ങിയാൽ നമുക്ക് ആഴത്തിൽ പോവുകയാണെങ്കിൽ ഒട്ടേറെ സമയം വേണ്ടി വരും. പക്ഷേ ഇന്നിവിടെ ഈ ടോക്കിലൂടെ അദ്ദേഹം വളരെ വാലിഡ് ആയിട്ടുള്ള കുറേയേറെ പോയിൻറ്റ്സാണ് നമ്മളോട് പങ്കുവച്ചത്. വളരെയധികം നന്ദി ഇത്രയും സമയം ടോക്കിംഗ് പോയിൻറ്റുമായി സംസാരിച്ചത്. ടോക്കിംഗ് പോയിൻ്റ് ഈ അധ്യായം ഇവിടെ പൂർണ്ണമാകും. അടുത്ത എപ്പിസോഡിൽ കാണാം നമുക്ക്. നമസ്കാരം.